സംസ്ഥാനത്ത് ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിൽ വ്യാപക തട്ടിപ്പുകളാണ് ഇപ്പോൾ നടക്കുന്നത്. AI-യുടെ സഹായത്തോടെ ട്രേഡ് ചെയ്യാം, മാസം പ്രതീക്ഷിക്കുന്നതിനപ്പുറം പണം കയ്യിൽ വരും. ഇങ്ങനെയാണ് വാഗ്ദാനവുമായി തട്ടിപ്പുകാർ നമ്മളെ സമീപിക്കുന്നത്. ഇതിനൊക്കെ പിന്നിലുള്ളത് ചതിയുടെ വലിയ പിന്നാമ്പുറങ്ങളാണ്. ട്രേഡിംഗ്, ക്രിപ്റ്റോ കറൻസി, അങ്ങനെ പല പേരുകളിലാണ് തട്ടിപ്പുകാർ നമ്മളെ സമീപിക്കുന്നത്. കയ്യിൽ കൊടുത്താൽ പിന്നെ ജീവിതം തന്നെ പ്രതിസന്ധിയിലാകും. വിദേശത്ത് ആസ്ഥാനമുണ്ടെന്ന് പറയുന്ന പേപ്പർ കമ്പനികൾ വിശ്വാസം പിടിച്ചെടുക്കാൻ ചിത്രങ്ങൾ നൽകും, പണം ലഭിച്ചവരുടെ കഥകൾ പറയും. അങ്ങനെ എല്ലാ കമ്പനികൾക്കും ഒരേ സ്വഭാവം. ആദ്യം ചെറിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ കൃത്യമായി തിരികെ പണം ലഭിച്ചു തുടങ്ങും. ഇതോടെ കമ്പനിയിൽ വിശ്വാസമാകും. പൂർണ്ണമായി വിശ്വാസം പിടിച്ചു പറ്റുന്നതോടെ ബന്ധുക്കളെയും പരിചയക്കാരെയും ഒക്കെ ചേർക്കും, വലിയ നിക്ഷേപം നടത്തും. പിന്നെ സംഭവിക്കുന്നത് ഒരേ കാര്യങ്ങൾ. 1 കോടിയോളം രൂപ ബന്ധുക്കളുടെ കയ്യിൽ നിന്നും ശേഖരിച്ച് നിക്ഷേപം നടത്തിയ 27-കാരനായ യുവാവ് ന്യൂസ് മലയാളത്തോട് നടത്തിയ വെളിപ്പെടുത്തൽ ഇങ്ങനെ: ആദ്യമൊക്കെ തുടക്കകാലത്തിന് ചെറിയ എമൗണ്ടിലായിരിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഇത് റിട്ടേൺ അവർ കൊടുക്കും. കുറച്ച് കഴിയുമ്പം വലിയ എമൗണ്ടിലോട്ട് പോകും. അവരെ ഫ്രണ്ട് വഴി കെയർ ഓഫ് ഒക്കെ കൊടുക്കും. അത് ഒന്നാമത് ഇവർ ചെയിനാണ്. അപ്പം ഇതൊരു വലിയ എമൗണ്ടിലോട്ട് പോകുമ്പോൾ ഇവർ തന്നെ പറയും ട്രേഡിങ് കുറച്ച് മോശമാണ്, അല്ലെങ്കിൽ എമൗണ്ട് കുറഞ്ഞു പോയി, അപ്പോൾ കുറച്ച് ദിവസം കാത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പിന്നെ ഒരു കോൺടാക്ട് ഇല്ലാത്ത രീതിയിലേക്ക് അവർ പോകും. 20 ലക്ഷത്തോളം രൂപ എൻ്റെ കയ്യിൽ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ കെയർ ഓഫ് വഴി എൻ്റെ റിലേറ്റീവ്സ്, എൻ്റെ ഫ്രണ്ട്സ് വഴിയൊക്കെ ഏകദേശം ഒരു 1 കോടി രൂപയ്ക്ക് അടുത്ത് പോയിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന കമ്പനിയെ കുറിച്ച് അന്വേഷിച്ചപ്പം ജസ്റ്റ് നമ്മളെ കാണിച്ചു തന്ന ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഒരു ബോർഡ് ഒരു ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിൽ സ്റ്റിക്സിൽ ഫോട്ടോയാണ്. ബിൽഡിംഗ് ഒക്കെ വേറെ നീളായിരിക്കും, അങ്ങനെ അഡ്രസ് പോലും ഉണ്ടാവില്ല. ഏറ്റവും പുതിയ തട്ടിപ്പ് AI ട്രേഡിംഗിന്റെ പേരിലാണ്. AI ഉപയോഗിച്ച് ട്രേഡ് ചെയ്ത ലക്ഷങ്ങൾ സമ്പാദിച്ചു തരാമെന്ന് പറഞ്ഞ തട്ടിപ്പുകാർ വാട്സപ്പ് മുഖേനയും ടെലഗ്രാം മുഖേനയും ബന്ധപ്പെടും. സംസ്ഥാനത്തുടനീളം ഈ തട്ടിപ്പിന് മലയാളികൾ ഇരയായിക്കൊണ്ടിരിക്കുന്നു. കേരള പോലീസിന്റെയും സൈബർ വിങ്ങിന്റെയും ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പ് സംഘങ്ങളുടെ പ്രലോഭനങ്ങളിൽ കുടുങ്ങി 3 വർഷത്തിനിടെ മലയാളികൾക്ക് നഷ്ടമായത് 1694 കോടി രൂപയാണ്. ഇതുവരെ 20,000-ഓളം പരാതികളാണ് രജിസ്റ്റർ ചെയ്തത്. എത്ര കൊണ്ടിട്ടും മലയാളി എന്തുകൊണ്ട് ഇതൊന്നും പഠിക്കുന്നില്ല എന്ന ചോദ്യം മാത്രം ബാക്കിയാണ്. ക്യാമറമാൻ ശ്രീകുമാറിനോടൊപ്പം അജിത് ബാബു, ന്യൂസ് മലയാളം.